ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഒരു വിശ്വാസി ആരാകുന്നു. ഒരു വിശ്വാസിയുടെ 5 നിലകൾ. ആരാകുന്നു ഒരു സത്യവിശ്വാസി? കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞത് ഒരു കാര്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. യീ ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത്. ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഉപ്പ് വെള്ളം, സമുദ്രജലം, അത് സമുദ്രത്തിൽ നിന്ന് ശേഖരിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നല്ല സ്ഥലത്തിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല വെള്ള തരികൾ നമുക്ക് കിട്ടുകയാണ്. ഉപ്പ് കല്ലുകൾ കാണുവാൻ തന്നെ വളരെ മനോഹരമാണ്, നല്ല വെണ്മയാണ്. അത് കാണുവാനുള്ള ഭംഗി മാത്രമല്ല, അത് വളരെ രുചിപ്രദമാണ്. ദൈനംദിന ജീവിതത്തിൽ മാറ്റിവെക്കാൻ സാധ്യമല്ലാത്തൊരു ഘടകമാണ് ഉപ്പ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രയോജനം ഉപ്പ് രുചി വരുത്തുന്നതാണ്. ഏത് ആഹാര സാധനത്തിനും രുചി വരുത്തുവാൻ ഉപ്പ് വളരെ പ്രയോജനമാണ്. എത്ര മനോഹരമായി രുചിപ്രദമായി ഉണ്ടാക്കിയാലും ഉപ്പ് കുറഞ്ഞു പോയാൽ അതിൻ്റെ രുചി മങ്ങിപ്പോകും. ദൈവത്തിൻ്റെ മഹത്വം. അത് അധികമൊന്നും വേണ്ട, അതൊരല്പം മതി. ഈ ഉപ്പിനെ കുറിച്ച് പൗലോസ്ലീഹ പ്രത്യേകിച്ച് സംസാരവുമായി ബന്ധപ്പെടുമ്പോൾ എടുത്തു പറയുന്നുണ്ട്. വായിക്കാം. കൊലോസ്യർ 4:6 എഫേസ്യർ 4:29 വായിച്ച്. കൊലോസ്യർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. രുചിയുടെ കാര്യമാണ് പൗലോസ്ലീഹ ഇവിടെ എടുത്തു പറയുന്നത്. ഉപ്പിനാൽ രുചി വരുത്തിയതായ വാക്കുകൾ, വ്രണപ്പെടുത്തുന്ന വാക്കുകളല്ല, കീറിമുറിക്കുന്ന വാക്കുകളല്ല, മൂർച്ചയുള്ളതായ ആയുധം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ ചില വാക്കുകൾ മനുഷ്യഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഉള്ളതായ കഠിന വാക്കുകൾ, വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നാവിൽ നിന്ന് വരരുതെന്ന് മാത്രമല്ല, വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ ഇന്നുള്ളതായ ശിഥിലീകൃതമായ കുടുംബാന്തരീക്ഷം മാറും. ശാന്തിയും സമാധാനവും അവിടെ തളം കിട്ടും. എഫേസ്യർ 4:29 എന്താണ് പറയുന്നത്? 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ ദൈവമക്കളെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലേ വായി സംസാരിക്കുന്നത്? ഒരു മധുരമുള്ള വാക്ക് പറഞ്ഞുകൂടെ? ഒരാശ്വാസ വാക്ക് പറഞ്ഞുകൂടെ? രുചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൂടെ? ആത്മവർദ്ധന വരുത്തുന്ന വാക്കുകളിൽ കൂടി നിങ്ങൾക്ക് സ്നേഹം പകർന്ന് സംസാരിച്ചുകൂടെ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ, തത്വങ്ങളല്ല നിങ്ങളോട് പറയുന്നത്. പ്രായോഗിക ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്നു മുതൽ ഞാൻ വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്നതായ കഠിന വാക്കുകൾ സംസാരിക്കുകയില്ല. ഉപ്പിനാൽ രുചി വരുത്തിയ കൃപയോടുകൂടി വാക്കുകളെ ഞാൻ സംസാരിക്കുകയുള്ളൂ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉപ്പ് ചീയാതെ കാക്കുന്നു, ഉപ്പ് ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഉപ്പ് വാങ്ങാൻ ഇടുന്നു, കറി വാങ്ങാൻ ഇടുന്നു. ഉപ്പിട്ടാണ് പല സാധനങ്ങളും നാളുകളോളം കേടുവരാതെ സൂക്ഷിക്കുന്നത്. ആ ഉപ്പ് അല്പം ചേർത്തില്ല എങ്കിൽ അത് ചീഞ്ഞഴുകിപ്പോകും. നമ്മൾ ഇന്ന് ഏത് ലോകത്തിലാണ് ദൈവമക്കളെ ജീവിക്കുന്നത്? ചീഞ്ഞു നാറുന്നൊരു ലോകമല്ലേ? മദ്യത്തിൻ്റെ ദുർഗന്ധമില്ലേ? വേശ്യാവൃത്തിയുടെ ദുർഗന്ധമില്ലേ?
പണസംബന്ധമായ കാര്യങ്ങളിൽ എന്തെല്ലാം അവിശ്വസ്തകളാണ് ഇന്ന് കാണുന്നത്. എല്ലാ രംഗവും മലീമസമല്ലേ? ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവിടെ നാം ആരാണ്? ചീയാതെ കാക്കുന്ന ഉപ്പാണ്. പലർക്കും നമ്മെ ഇഷ്ടമായി എന്ന് വരികയില്ല. പക്ഷേ ഒരു ദേശത്ത് ഒരു കൂട്ടം ദൈവമക്കൾ ഉപ്പ് നല്ല കാരമുള്ള ഉപ്പായിട്ട് നിന്നാൽ ആ രംഗം ചീയാതെ അഴുക്കാകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ചീഞ്ഞു കഴിയുമ്പോൾ ദുർഗന്ധമുണ്ടാകും. പക്ഷേ ഉപ്പ് ചേർത്തതാണെങ്കിൽ അതൊരിക്കലും ചീഞ്ഞു പോവുകയില്ല, നശിക്കാതെ കാക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ കാരമുള്ള ഉപ്പായിട്ട് നിൽക്കണം. എന്നാൽ ദൈവമക്കളെ, ഈ ഉപ്പ് കണ്ടാൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു, രുചിപ്രദമാണ്, ചെയ്യാതെ കാക്കുന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഈ യാഗത്തിന് പോലും ഉപ്പ് ഉപയോഗിക്കുന്ന കാര്യം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ കെടുതി എന്താണെന്നറിയാമോ? ഇന്നത്തെ ദുരവസ്ഥ എന്താണെന്നറിയാമോ? ഈ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ചീഞ്ഞഴുകി നശിച്ചു പോകാതെ കാക്കേണ്ടതായ ഉപ്പ് പോലെ രുചിപ്രദമാക്കേണ്ടതായ ദൈവമക്കൾ കാരമില്ലാതെ പ്രയോജനശൂന്യമായി നിൽക്കുകയാണ്. ലൂക്കോസ് 14-ാം അധ്യായത്തിന് 34-35 വാക്യങ്ങളിൽ ഉപ്പ് നല്ലതാണ്, പക്ഷേ അതിൻ്റെ കാരം, അതിൻ്റെ സോൾട്ടിനെസ്, അതിൻ്റെതായ സവർ, അതിൻ്റെതായ രസമില്ലാതെ പോയി കഴിഞ്ഞാൽ എന്തോന്ന് പ്രയോജനം? ദൈവം അതാണ് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നത് 14-ാം അധ്യായത്തിന് 34-35. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ്, സോൾട്ട് ഇസ് ഗുഡ്. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല. നിലത്തിനും കൊള്ളില്ല, വളത്തിനും കൊള്ളുകയില്ല. അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെറുതെ ചവിട്ടി നടക്കാൻ തക്കവണ്ണം പുറത്തു കളയും. ഇന്ന് ദൈവമക്കൾ അധപ്പതിച്ചതായ ഏറ്റവും ലജ്ജാകരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലല്ലേ? ലോകത്തെ ചീഞ്ഞു നാറാതെ കാക്കേണ്ട ഉപ്പായിരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും അവരുടെ കാരം നഷ്ടപ്പെട്ട്, അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ട്, വിശുദ്ധി നഷ്ടപ്പെട്ട്, ദൈവികമായ പ്രകൃതി നഷ്ടപ്പെട്ട്, ലോകമനുഷ്യനേക്കാൾ ജഡീകരായി, ലൗകികരായി, അശുദ്ധരായി, മദ്യപാനികളായി, ഈ ലോകത്തിൽ നിന്നാപാത്രങ്ങളായി തീർന്നു പോയല്ലോ. ഉപ്പ് നല്ലതായിരുന്നു, പക്ഷെ കാരമില്ലാതെ പോയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് ദൈവമക്കളെ, ഏതാണ് ഈ കാരമെന്ന് പറയുന്നത്? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ്. അത് നമ്മളിലേക്ക് പകർന്ന് കിട്ടിയാലേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, ഒരു ദൈവവൈതലിൻ്റെ 5 നിലകളിൽ ഒന്ന്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. രണ്ടാമത്തെ കാര്യം എന്താണ്? 5:14 വായിച്ചേ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവത്തിന് മഹത്വം. ഞെട്ടലോടെ കേൾക്കേണ്ടതായ ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ആരാണ്? യോഹന്നാൻ 8:12 പറഞ്ഞു, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. തേജോമയനായ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ആ കർത്താവ് അതേ നാവ് കൊണ്ട് ചുറ്റും നിൽക്കുന്ന ദൈവമക്കളോട് പറഞ്ഞു, ഈ ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവായ യേശുക്രിസ്തു ജ്വലിച്ച് പ്രകാശിക്കുന്നത് പോലെ അന്ധകാര നിമിഷമായിരിക്കുന്ന ഈ ലോകത്തിൽ അത്ഭുത പ്രകാശം പരത്തുവാൻ തക്കവണ്ണം ജ്വലിച്ച് പ്രകാശിക്കുന്ന ദീപനാളങ്ങളായി നാം ഓരോരുത്തരും നിൽക്കേണ്ടതാണ്. ദൈവമക്കളെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ? നാം ആരാകുന്നു? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ തേജസ് മുറ്റിയവരായി നിൽക്കാൻ കണ്ടവരല്ലേ? വായിച്ചേ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 3:8 വായിച്ചേ. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ ഇരുട്ടിൻ്റെതായ അംശം പോലും ഇല്ലാതെ മുഴുവൻ പ്രകാശമായി കത്തു ശോഭിച്ച് നിൽക്കുന്നത് പോലെ ഞാനും ആഗ്രഹത്തോടെ, കൊതിയോടെയും അതേ സമയത്ത് ലജ്ജാഭാരത്തോടെയും പറയുകയാണ്, അങ്ങനെ ആയില്ലല്ലോ എന്നോർത്തുകൊണ്ട് പറയുകയാണ്, ഒന്നാക്കി തീർക്കാൻ കർത്താവിന് കഴിയുമല്ലോ. 3:8 വായിച്ച്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഇരുട്ടിന്റെ പ്രവൃത്തിയാണ് പാപം എന്ന് പറയുന്നു. വായിച്ചോ.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ധകാര പ്രഭുവാണ് സാത്താൻ. ഈ സാത്താന്റെ പ്രവൃത്തിയാണ് പാപം. ഇന്ന് അനേകരുടെ ഹൃദയം റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ഇരുണ്ടുപോയിരിക്കുക. പ്രകാശത്തിന്റെ കണിക പോലുമില്ല. യോഹന്നാൻ 1:9 കൂടെ ഒന്ന് വായിക്കാവും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവമക്കളെ, നിങ്ങൾക്കൊന്ന് പ്രകാശിക്കാൻ മനസ്സാണ്. ഈ ഇരുട്ടിന്റെ രംഗത്ത് നിന്ന് ശോഭിക്കുന്ന രംഗത്തേക്കൊന്ന് കടന്നു വരാൻ നിങ്ങൾക്ക് മനസ്സാണ്. ഞാൻ മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. സ്വയമേവ ബൈ നേച്ചർ നമ്മളെല്ലാവരും ഇരുട്ടാണ്. നന്മയുടെ കണിക പോലും നമ്മളിൽ ആരിലുമില്ല. ദൈവത്തിന് സ്തോത്രം. പാപം വരുമ്പോൾ നമ്മളിൽ എല്ലാം ഇരുട്ട് വ്യാപരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം എന്നെടുത്ത് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യവും സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യവും വായിക്കണം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. ആദാം തേജസ് ഉടുത്തവരായിരുന്നു. ദൈവതേജസ് കത്തി ജ്വലിച്ചു നിന്നവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആഴ്ത്തപ്പെട്ട ദൈവമക്കളെ, കരുണയുള്ള ദൈവമക്കളെ, സ്നേഹമുള്ള ദൈവമക്കളെ, ആ തേജസ് അത് ഉരിഞ്ഞു പോയില്ലേ? പാപം വന്നപ്പോൾ ഉരിഞ്ഞു പോയില്ലേ? സദൃശവാക്യങ്ങൾ എന്താണ് പറയുന്നത്? 20-20 എടുത്ത് സദൃശവാക്യങ്ങൾ 20-20. ഞാൻ വലിയ ആഗ്രഹത്തോടെയാണ് ഈ വെളിച്ചത്തിൻ്റെ കാര്യം നിങ്ങളോട് വചനത്തിൽ നിന്ന് പറഞ്ഞു തരുന്നത്. ഇന്നത് കേട്ടിട്ട് പോയാൽ പോരാ. ഈ കേട്ടതായ പോയിന്റുകൾ നിങ്ങളെ തീപിടിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വെളിച്ചമാകുന്നു എന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തി മാത്രമേ ലോകത്തിലുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. വായിച്ച 20-20. ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. പാപം വരുമ്പോൾ കൂരിരുട്ട് പോലെ നിന്റെ ജീവിതത്തിന് വിളക്ക് കെട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കന്മാരെ, അന്തരംഗത്തിൽ തീ കത്തുന്നുണ്ടോ? ജീവിതം സ്വാഭായമാനമാണോ? പ്രകാശത്തിൻ്റെ മണവറയിൽ നിത്യത കഴിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീ പിടിച്ചവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതിന് വേറെ കുറുക്കുവഴിയൊന്നുമില്ല. ഒരൊറ്റ ലൈറ്റ് ഓഫ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവാകുന്ന വെളിച്ചം എവിടെയാണ് കത്തി ജ്വലിച്ച് നിൽക്കുന്നത്? ദൈവത്തിന് മഹത്വം. എനിക്ക് ഒരു ചെറിയ വെളിച്ചം കിട്ടിയത് കാൽവറിയിൽ ദൈവകോപത്തിയിൽ കത്തി എറിഞ്ഞ തീക്കട്ടയാകുന്ന കർത്താവായ യേശുക്രിസ്തുമായി വ്യക്തിപരമായ സ്നേഹബന്ധം പുലർത്തിയപ്പോഴാണ്. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ഗുരുവായിരിക്കുന്ന പ്രിയപ്പെട്ട M.I. യോഹന്നാൻ സാർ ക്രൂശിനെ കുറിച്ച് വരച്ച് കാണിച്ചുകൊണ്ട് തന്ന് ദിവ്യ സുവിശേഷ സന്ദേശം അറിയിച്ചപ്പോൾ ആ തീ എന്നിൻ്റെ അന്തരംഗത്തിലൊന്ന് കത്തണമെന്ന് വലിയൊരു കൊതി എനിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞ കരിക്കട്ടയായിരുന്നു. എവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും കറപ്പ് പരത്തുമായിരുന്നു. കത്തി കിട്ടിയാൽ കൊള്ളാവുന്ന അന്തരംഗത്തിൽ വലിയൊരു കൊതിയുണ്ടായിരുന്നു. അതിനുള്ളതായി മുഖാന്തരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പള്ളിയോട് ചേർന്ന് നടന്നു, സുവിശേഷ വേലയോട് ചേർന്ന് നടന്നു, മഹാപുരോഹിതന്മാരോടും പുരോഹിതന്മാരോടും ചേർന്ന് നടന്നു. ദൈവമക്കളെ, പലതായ ആത്മീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നേതൃസ്ഥാനത്ത് പോലും നിന്ന് പ്രവർത്തിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ പ്രകൃതി മാറി കിട്ടിയില്ല. കരിക്കട്ടയായി തന്നെ ആത്മീയ രംഗത്ത് പോയിട്ട് മടങ്ങി വരും. എന്നാൽ കാൽവറിയിൽ കത്തുന്നതായ ആ സ്നേഹത്തിൻ്റെ തീയുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ഈ കരിക്കട്ടയെ തീപിടിപ്പിക്കാൻ തുടങ്ങി. ഏത് കരിക്കട്ടയെയും തീപിടിപ്പിക്കാൻ ശക്തിയുള്ള കാൽവറിയിൽ കത്തിയെരിയുന്ന തീ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കൊന്ന് കത്തിക്കിട്ടണമോ? അകന്ന് നിൽക്കല്ലേ. കർത്താവായ യേശു കുരിശിൻചോട്ടിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്? ദാഹിക്കുന്നു എന്നാണ് കുരിശിൽ നിന്ന് ഒഴുകി വരുന്ന വേദനയുടെ ശബ്ദം. നിങ്ങൾ കരിക്കട്ടകളായി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് കണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വേദനയോട് വിളിക്കുകയാണ്, വരിക. ഞാൻ കത്തി ജ്വലിച്ചിവിടെ നിൽക്കുകയല്ലേ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ എരിയേണ്ടതായ സ്ഥാനത്ത് ദൈവകോപത്തിയിൽ ഞാൻ വെന്തെരിഞ്ഞ് നിൽക്കുന്നത്. ദൈവമക്കളെ, ഞാൻ പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ തീയാണ്.
അത് വിശുദ്ധിയുടെ തീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുപോയ ഏത് വ്യക്തിയെയും ജ്വലിപ്പിക്കുന്ന തീയാണ്. അതെവിടെയാണ് പ്രകാശിക്കേണ്ടത്? എഫേസർ 5:14 വായിച്ച്. എഫേസർ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഇന്ന് ലോകം മുഴുവൻ ഇരുട്ടല്ലേ? അന്ധകാര നിമിഡമായിരിക്കുന്ന ഈ ലോകത്തിൽ ഈ ഇരുട്ടിനെ അകറ്റുവാനുള്ള മുഖാന്തരം എന്താണ്? അത് നീയാണ്, അത് ഞാനാണ്. വായിച്ചേ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണം. എത്രമാത്രം കൂരിട്ടാണെങ്കിലും ഒരു വെളിച്ചം അങ്ങോട്ട് എന്നാൽ പ്രസംഗിക്കൊന്നും വേണ്ട, ഘോര വാക്ചാതുര്യങ്ങളൊന്നും വേണ്ട. ഒരു വെളിച്ചം അങ്ങോട്ട് എന്നാൽ ഇരുട്ടാകുന്നു പോകും. വെളിച്ചത്തെ കെടുത്തുവാൻ ശക്തിയുള്ള ഒരു ഇരുട്ടുമില്ല. വെളിച്ചത്തെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു ഇരുട്ടുമില്ല. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ, എന്താണ് ഇരുട്ട്? ഡാർക്ക്നെസ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ഇന്ന് ഈ ലോകം അന്ധകാര നിമിഷമാണ്. അതിനെ പ്രകാശമാനമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരൊറ്റ ഘടകം ഏതാണ്? അത് കത്തി ജ്വലിച്ചു നിൽക്കുന്ന ദൈവമക്കളാണ്. ഈ ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുവാണ്. പ്രകാശ മണവറയിൽ ദൈവമക്കളെ, നിങ്ങൾക്ക് നിത്യത കഴിക്കണമോ? സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകണമോ? നന്ദിയോടെ സ്തോത്രം. ഈ വെളിച്ചം കത്തിയേ മതിയാകുകയുള്ളൂ. ഞാൻ ഒരു വാക്കോട് ചേർത്ത് പറയട്ടെ, ഒരിക്കൽ പ്രകാശനം കിട്ടിയ ദൈവമക്കളുണ്ട്, വിളക്കായി കത്തി കിട്ടിയതായി ദൈവമക്കളുണ്ട്. പക്ഷേ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഈ വെളിച്ചം കെട്ടുപോയല്ലോ. ചിലർ മങ്ങിയാണല്ലോ കത്തുന്നത്. ഇന്നൊന്ന് കത്ത് പിടിച്ചിട്ട് പോകാമോ ദൈവമക്കളെ? ഹല്ലേലൂയ, ക്രൂശിൻ ചോട്ടിലേക്കൊന്ന് വന്നേ. നിങ്ങൾ കത്തി ജ്വലിച്ച് പ്രകാശപൂരിതമായി നിൽക്കുന്ന കാണാൻ എൻ്റെ ദൈവത്തിന് വലിയ കൊതിയുണ്ട്. സ്വർഗം വെളിച്ചത്തിന് മണവറയാണ്. കൊലോസർ 1:12-13. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:19 പറയും, അവിടെ നിത്യപ്രകാശമാണ്, അവിടെ നിത്യപ്രകാശമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയും, അവിടെ ഇരുട്ടൊട്ടുമില്ല. ഏതാണ് സ്വർഗത്തിന്റെ വെളിച്ചം? സ്വർഗത്തിന്റെ വെളിച്ചം ഏതാണ്? അത് കുഞ്ഞാടാണ്. കുഞ്ഞാടാണ് അതിന്റെ വെളിച്ചം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളോട് ഞാൻ ഒരു മർമ്മം പറഞ്ഞു തരാം. നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കാമോ? വെളിച്ചമാകുന്ന കുഞ്ഞാടാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അന്തരംഗത്തിലേക്ക് നിങ്ങൾ ഒന്ന് സ്വീകരിച്ചാൽ നിങ്ങൾ കത്തി ജ്വലിക്കാനായിട്ട് തുടങ്ങും. തീക്കട്ടയോട് ചേർന്നിരിക്കുന്ന കരിക്കട്ട പയ്യെ തീ പിടിക്കുന്നു. ഒരു വശം തീ പിടിക്കുന്നു, മറ്റേ വശത്ത് ചേർത്ത് വയ്ക്കുന്നു, കാറ്റടിക്കുന്നു, പരിശുദ്ധാത്മാവ് വീശുന്നു. അപ്പോൾ തീ എല്ലായിടത്തേക്കും പരക്കുന്നു. മുടി മുതൽ അടിവരെയും ഇരുട്ടായിരുന്ന കരിക്കട്ടയായിരിക്കുന്ന ഞാൻ തീ പിടിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവായി യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും നടന്നിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദേശത്ത് നിന്നും അന്ധകാരം മാറുമായിരുന്നു. മോശ സീനായ് മലയിൽ തേജോമനായിരിക്കുന്ന ദൈവത്തിൻ്റെ സഖിത്വത്തിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞു. 40 രാവും 40 പകലും അവൻ ഇറങ്ങി വന്നപ്പോൾ ത്വക്ക് പ്രകാശിക്കുകയാണ്. എന്താണ് അതിൻ്റെ രഹസ്യം? ദൈവത്തോട് പിരിയാത്ത സ്നേഹബന്ധത്തിൻ്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ ദൈവമക്കൾ തീപിടിക്കാൻ തുടങ്ങും. മുട്ടിന്മേൽ ജാഗരിക്കുന്ന ദൈവമക്കളെ, ക്രൂശിനെ കെട്ടിപ്പിടിക്കുന്ന ദൈവമക്കളെ, പാപത്തോട് യാത്ര പറയുക ദൈവമക്കളെ, കാൽവറിയിലെ തീ നിങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ. 1, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 2, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 3, എന്താണ്? 1 കോരിന്ത്യർ 3:16 വായിച്ച്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവമക്കൾ സത്യയോടെ ഒന്ന് കേട്ടെ. ഹു ആർ യു ആക്ച്വലി? ഞാൻ ആരാണ്? ഞാനൊരു ദൈവാലയമാണ്. ഈ ശരീരം എന്താണ്? ദാറ്റ് ഇസ് എ പേഴ്സണൽ ഇൻഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കുടിയിരിക്കുവാനുള്ളതായ മന്ദിരമാണ് ഈ ശരീരം. പൗലോസ് പറയും, ഈ മൺപാത്രത്തിലാണ് ദൈവത്തിന്റെ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണോ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ആവസിച്ച് കുടിയിരിക്കുന്നത്? അത് അന്ധകാര പൈശാചിക ശക്തിയാണോ? അതെങ്ങനെ അറിയും? അകത്തെന്തുണ്ടോ അതാണ് പുറത്തു വരികയുള്ളൂ. ഒരു പാത്രത്തിൽ നല്ല വെള്ളമാണെങ്കിൽ അത് കമഴ്ത്തി ഒഴിക്കുമ്പോൾ വെള്ളം മാത്രമേ വരികയുള്ളൂ. എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്, അതിനകത്ത് ഒരു മധുരപാനീയമാണ്. നിങ്ങൾ ആരെങ്കിലും വൈരാഗ്യത്തോടെ വന്ന് അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാലും
ആ തെറിച്ചു വരുന്ന ആ വെള്ളം നിങ്ങളുടെ നാവിൽ വീണാൽ അതിനാ മധുരമായിരിക്കും. നീ ദൈവാലയമാണോ? ദൈവാലയത്തിൽ നിന്ന് ഉയരുന്ന ആരാധനയുടെ സുഗന്ധം ഉയരുന്നുണ്ടോ? ദൈവാലയത്തിൽ നടക്കുന്ന യാഗം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? വ്യക്തമായൊരു സമർപ്പണം നീ എടുത്തിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ 2 സാത്താന്റെ പള്ളിയെക്കുറിച്ച് പറയും. പള്ളി എന്നാണ് പേര്, പക്ഷെ അതിനകത്ത് കുടിയിരിക്കുന്ന ദുഷ്ടപിശാചാണ്. അതിമനോഹരമായിരിക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു ചെന്നു. കാണാൻ ഭംഗിയാണ്, ദീവീക്ഷകൾ കൊണ്ട് അലങ്കൃതമാണ്. മഹാപുരുഷന്മാരെല്ലാവരും അതിലെ അധികാരത്തോടെ നടക്കുന്നുണ്ട്. യാഗവസ്തുക്കൾ, ആടുകളും പ്രാക്കളും എല്ലാം അവിടെയെല്ലാം ഉണ്ട്. നോട്ടത്തിൽ അതിമനോഹരമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കും ദൈവാലയം. എല്ലാം അറിയുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവാലയത്തിനകത്തേക്ക് കടന്നു എന്ന് വളരെ വേദനയോടെ പറഞ്ഞു, ഇത് ദൈവാലയമല്ല, ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയെ അത് വ്യക്തമായി പറഞ്ഞു. അതേ കണ്ണ് കർത്താവ് എന്നിലേക്ക് നിങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വിദ്യാഭ്യാസമുണ്ട്, നല്ല വസ്ത്രധാരണമുണ്ട്, ശരിയാണ്. അകമെങ്ങനെയാണ്? അകത്തെന്താണ് വസിക്കുന്നത്? ചങ്കത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥത്തോടെ പറയാമോ, എനിക്കൊരു ചങ്കുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനമാണ്. എനിക്കൊരു ശരീരമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എൻ്റെ കൊതിയും ആഗ്രഹവും സമർപ്പണവും. ദൈവമക്കളെ, നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കള്ളന്മാരുടെ ഗുഹയായി തീർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ യഥാസ്ഥാനപ്പെടാനായിട്ട് സാധിക്കും? യെരൂശലേം ദേവാലയം എങ്ങനെ യഥാസ്ഥാനപ്പെട്ടു? കർത്താവായ യേശുക്രിസ്തു അകത്തേക്ക് വന്നു, കയ്യിൽ ചാട്ടവാറെടുത്തു. അനേകരെ അനുഗ്രഹിച്ച പരിശുദ്ധമായ പാവനവാണിയിൽ കർത്താവായ യേശുക്രിസ്തു ചാട്ടവാറെടുത്തു. കർത്താവായ യേശുക്രിസ്തു കോപത്തോടെ ജ്വലിച്ചു. അത് വേശ്യാലയം കണ്ടിട്ടല്ല, ചന്തസ്ഥലം കണ്ടിട്ടല്ല, ദൈവാലയം കണ്ടിട്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ കുറ്റം വിധിക്കുകയല്ല. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് പല യോഗ്യതകളും മേന്മയും കാണും. നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ അകം കാണുന്ന അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ള ദൈവത്തിൻ്റെ നോട്ടത്തിൽ നിങ്ങൾ ആരാണ്? ഒരു ദൈവാലയമാണോ? കർത്താവ് വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. രക്ഷകനകത്ത് വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണോ നിങ്ങൾ? യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഈ അന്ധകാര ശക്തികൾ പരിഭ്രമിച്ച് ഓടട്ടെ, പാപം തെറിച്ചു പോകട്ടെ, കള്ളന്മാരുടെ ദൈവാലയമായി യഥാസ്ഥാനപ്പെടട്ടെ. നന്ദിയോടെ സ്തോത്രം. 2 കൊരിന്ത്യർ 3 2 മുതലായിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. 2 കൊരിന്ത്യർ 3:2-3. നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത വാക്യം വായിച്ച്, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ, ഒന്ന് കേട്ടേ. ദൈവത്തിന്റെ സ്തോത്രം. ഹൂ ആർ യു ആക്ച്വലി? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. യു ആർ ദി ലെറ്റർ ഫ്രം ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്. ക്രിസ്തുവിൻ്റെ പത്രം. ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ജീവിത സാക്ഷ്യം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ പത്രമാണ്. ആരാണ് ഈ ദൈവം? ആരാണ് ഈ കർത്താവായ യേശുക്രിസ്തു? എന്താണ് സ്വർഗം? ആർക്കാണ് സ്വർഗം? എന്താണ് കാൽവറി? കാൽവറിയിൽ എന്താണ് നടന്നത്? എന്താണ് കുഞ്ഞാടിൻ രക്തം? കുഞ്ഞാടിൻ രക്തത്തിൻ്റെ ശക്തിയുടെ വ്യാപാരശേഷി എന്താണ്? ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ മറ്റുള്ളവർ വായിച്ചറിയും? എൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്രമായി ഈ ലോകത്തിൽ വിടർന്നു നിന്ന് കഴിഞ്ഞാൽ ദൈവമക്കൾ എൻ്റെ ജീവിതം വായിക്കട്ടെ. എൻ്റെ പ്രസംഗം കൊണ്ടല്ല, എൻ്റെ വാക്കുകളുടെ കസർത്ത് കൊണ്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതമാണ് എൻ്റെ സാക്ഷ്യപത്രം. ദൈവത്തിന് മഹത്വം. ആളുകൾ ഓടിക്കൂടും, ഈ പരസ്യം കണ്ട് ഓടിക്കൂടും. വലിയ കൊതിയോടെയാണ് ഞാൻ കാര്യം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ എന്താണ് വായിക്കുന്നത്? ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ കാരണം സ്നേഹം എന്താണെന്ന്, കാൽവറി സ്നേഹം എന്താണെന്ന് ഞാൻ കണ്ടു വായിച്ചത്. വേദപുസ്തകം വായിച്ചിട്ടല്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല.
പക്ഷേ എൻ്റെ പെറ്റ തള്ളയുടെ ജീവിതം എന്താണ് സ്നേഹമെന്നും എന്താണ് വിശുദ്ധിയെന്നും എന്താണ് വിനയമെന്നും ഞാൻ ആ ജീവിതത്തിൻ്റെ താളുകളിൽ നിന്ന് ദൈനംദിനം വായിച്ച് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ബൈബിൾ പോലെ എനിക്ക് പ്രയോജനപ്പെട്ടത് എൻ്റെ അമ്മയുടെ ജീവിതമാണ്. സഹോദരിമാരിത് കേട്ടോ, സഹോദരന്മാരിത് കേട്ടോ. ഇന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യപത്രമായിട്ട് നിൽക്കാം. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം കൂടി പറഞ്ഞു തീർക്കാനായിട്ടുണ്ട്. 5-ാമത്തെ കാര്യം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ് ഞാൻ. ഐ ആം ദി അരോമ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, മർമ്മങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കർത്താവിൻ്റെ കൊതി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പാവപ്പെട്ട അടിയങ്ങളുടെ ജിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള ആഗ്രഹം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. യേശുവിൻ്റെ മണമുള്ള ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിമളം പോലെ സുഗന്ധം വരുന്നതായ ദൈവമക്കൾ, ക്രിസ്തുവിൻ്റെ സുഗന്ധവാസനയുള്ളതായ ദൈവമക്കൾ, ദുർഗന്ധം അകറ്റുന്ന സൗരഭ്യം പരത്തുന്ന ദൈവമക്കൾ. അതെന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ സൗരഭ്യമാണ്. നിൻമുറിവുകളിൽ നിന്നേറ്റ് മോറോൻ മണമെന്നാഥ, അരുമനാഥന്റെ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോരയുടെ സുഗന്ധം ഇപ്പോൾ നിങ്ങളെ ക്രൂശിൻ ചുവട്ടിലേക്ക് മാടി വിളിക്കുകയാണ്. ഒന്ന് ഓടി വന്ന ദൈവമക്കളെ, ആ ക്രൂശിനെ ഒന്ന് കെട്ടിപ്പിടിച്ച ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുർഗന്ധമെല്ലാം മാറും, പാപത്തിൻ്റെ അശുദ്ധിയെല്ലാം മാറും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തീ നിങ്ങളിൽ കത്തിപ്പടരും, നിങ്ങൾ വിശുദ്ധ ജനമായി മാറും. അങ്ങനെ നിങ്ങളുടെ ജീവിതം കണ്ട് അനേകർ ദൈവത്തിലേക്ക് തിരിയാൻ മുഖാന്തരമാകും. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടും, നരകം ശൂന്യമാകുകയും സ്വർഗം നിറയുകയും ചെയ്യും. അതിൻ്റെ പൊന്നു തമ്പുരാൻ കൃപ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.